സിൽവർ സാധനം വന്നിട്ട് എന്താ റിയാക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഷെയ്ഡ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ കഴിവതും ഇത് യൂസ് ചെയ്യുക. ഇത് സ്ട്രോങ് ആണ്, നമ്മൾ ഇളക്കിയാലൊന്നും വരത്തില്ല, അങ്ങനെ തന്നെ ഇരുന്നോളും. പിന്നെ ഞാൻ ആദ്യമേ യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ പശ തീർന്നു പോയി. അപ്പോഴത്തേക്കും ഞാൻ യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഫെവി ബോണ്ടും കാര്യങ്ങളും തീർന്നത് കൊണ്ട് ഞാൻ യൂസ് ചെയ്തത് ഇതാണ്. ഏതാണ്ട് ഞാൻ സ്റ്റിക്ക് ചെയ്യാൻ യൂസ് ചെയ്തത് ഇതാണ്. ഇനി ഫോട്ടോ പ്രിൻറ്റിൻ്റെ കാര്യം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, ഫോട്ടോ വന്നിട്ട് നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രിൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാം. എന്നാലും ഞാൻ ഇതിലൊന്നും കൂടെ പറഞ്ഞുതരാം. ഇത് വന്നിട്ട് നിങ്ങൾ 300 GSM പ്രിൻ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ അവരുടെ അടുത്ത് പറയണം ലാമിനേറ്റ് ചെയ്ത് തരാൻ, ഗ്ലോസി ലാമിനേറ്റ് ചെയ്ത് തരാൻ പറയണം. ഈ 300-ൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേപ്പേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പേപ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ 3 മിനിറ്റ് കൂടുതലാവും വീഡിയോ. അപ്പം നിങ്ങൾക്ക് എല്ലാം കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. കാരണം ബേസ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള MDF ബോർഡാണ്. ഈ ബാക്കിൽ വരുന്നത് നെറ്റിപ്പട്ടത്തിൻ്റെ തന്നെ മറ്റേ സംഭവമാണ്. ഇതൊന്ന് അയ്യോ മറന്നുപോയി. നെറ്റിപ്പട്ടത്തിൻ്റെ ബാക്കിൽ ഉപയോഗിക്കുന്ന വെൽവെറ്റ് ഷീറ്റാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ ഹാങ്ങിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രില്ല് ചെയ്താണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് കട്ടിങ്സ് എൻ്റെ കയ്യിലുണ്ട്, ഫുള്ളായിട്ടില്ല. അതും കൂടെ ഞാൻ കൊടുത്തേക്കാം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഇടണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പം ഇത്രയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള. ബാക്കിയെല്ലാം യൂഷ്വൽ ഫോട്ടോ ഒട്ടിക്കുക, ചുറ്റും മുത്തൊട്ടിക്കുക, നിങ്ങളുടെ ഇഷ്ടത്തിന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാം വെള്ളിയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഗൈസ്. അതായത് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും വീഡിയോസ് അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടൻറ്റുകൾ കാര്യങ്ങൾ ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്ന